നിസ 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 ഗരി സ നിസ സ സ നിസ 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 ഗമപ ഉണ്ണീഷിയുടെ മുഖമുള്ള എന്റെ ചെകുത്താൻ ആരാണ്? ഇവനെ കൂട്ടിലടയ്ക്കാലോ ഇടവും വളവും നിന്നാലും ഇവനെ വലുതിയിലാക്കാലോ. ജീവിതം എന്നാൽ റോക്ക് ആൻഡ് റോൾ, ഇവിടെ വേണം സെൽഫ് കൺട്രോൾ. എന്റെ കർത്താവേ, ഇന്ന് അവൻ വരുന്ന ദിവസമാണ്. എന്താവോ എന്തോ, പുതിയ വേലക്കാരുടെ കാര്യം ആകെപ്പാടെ സീനായിട്ടിരിക്കുക. എടാ, നീ ഇത് ആറ് കാര്യം പറയുന്നേ? എടാ, ഞാൻ കാളിയോട് ചോദിക്കാതെ ഇവിടെ ഒരു സർവന്റിനെ പുതുതായിട്ട് വെച്ചിട്ടുണ്ട്. ഇന്ന് അവൻ വരും, വന്നു കഴിയുമ്പോ ബാക്കി കേക്കാം. ഓഹോ, ഞഞ്ഞായി. എടാ, സർവന്റിനെ വെക്കുന്ന കാര്യം അത് ഗേളാണെന്നുണ്ടെങ്കിൽ വേണ്ടാന്നുള്ളത് അവൻ പണ്ടേ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. എന്നിട്ട് നീ അത് കേൾക്കാതെ ഓരോ പെണ്ണുങ്ങളെ എവിടെന്നെങ്കിലും വിളിച്ചോണ്ട് വരും. എന്നിട്ട് എന്തിയെ ആ പെങ്കൊച്ച് എന്തിയെ? ഓ, ഇവിടെ ഉണ്ട്. കല്യാണി, ഞാൻ ദേ വരിക. ഇതാര് കാവിലെ ഭഗവതി നേരിട്ട് പ്രത്യക്ഷപ്പെട്ടതോ? അയ്യോ മോനെ, നീ ഒരുപാടൊന്നും ഒലിപ്പിക്കാതെ. ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോ അതൊക്കെ അവിടെ നിൽക്കട്ടെ. നിന്റെ പേരെന്താ? അവിടെ പേര് കല്യാണി. മോനെ അരുണേ, ഞാൻ നിന്റെ അടുത്തല്ല ചോദിച്ചത്, ഞാൻ അവിടെ അടുത്താണ് ചോദിച്ചത്. നീ ഒന്ന് അടങ്ങിയിരി ആദ്യം. എന്റെ പേര് കല്യാണി, വീട്ടില് കല്ലൂന്ന് വിളിക്കാറ്. എന്നാ മോളെ കല്ലു, മോളെ അടുക്കളയിലേക്ക് ചെല്ലേ. ഏതും പോരാത്ത കാളി ഇന്ന് ലാൻഡ് ആവുന്ന ദിവസമാണ്. അതുകൊണ്ട് ഇവിടെ നിൽക്കണ്ട. അത് മാത്രല്ല, ചില കോഴികളുടെ അടുത്ത് നിന്ന് കഴിഞ്ഞാൽ ഒറ്റ നോട്ടം മതി ഗർഭിണിയാവാൻ. ശരിയതാ, ഞാൻ അടുക്കള ഉണ്ടാവും. കോഴിയോ? ഞാനോ? നീ എന്ത് വർത്താനം ഈ പറഞ്ഞത്? ആ പെണ്ണ് എന്ത് വിചാരിച്ചാണ് എന്നെ കുറിച്ച്? ഓ, അതിന് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല. അവർക്ക് ഇവിടെ വന്നപ്പോഴേ മനസ്സിലാക്കാണ് നീ ഒരു കാട്ടു കോഴിയാണ്. പിന്നെ കാളി വെച്ചിട്ടുണ്ടായിരുന്നു. അവൻ എയർപോർട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് ആരെങ്കിലും അവനെ കൊണ്ടെല്ലാം ചെല്ലണമെന്ന്. ഒന്നെങ്കിലും നീ അല്ലെങ്കിൽ ഞാൻ, ആരെങ്കിലും ഒരാൾ പോകേണ്ട ആവശ്യമുള്ളൂ. ശരി, ഞാൻ പോയിക്കോളാം. Few moments later. ഇവിടെ ആരും ഇല്ലേ? തങ്ങളൊക്കെ എവിടെ പോയി കിടക്കുകയാണോ എന്തോ? വിളിച്ചിട്ട് ഈ മൈരന്മാരൊക്കെ ഫോണും ഓഫാക്കി വെച്ചിട്ട് ഇതൊക്കെ എവിടെ പോയി കിടക്കുകയാണോ? എത്ര തവണ ബെല്ലടിച്ച്, എന്നിട്ടെങ്കിലും ആരെങ്കിലും ടൂറൊന്ന് വന്ന് തുറക്കുന്നുണ്ടോ നോക്കി. ദേഷ്യം വന്നിട്ട് വയ്യെനിക്ക്. ഓ വരുന്ന്, ആ കോളിംഗ് ബെൽ പൊട്ടിക്കുവോ? മര്യാദയ്ക്ക് ഈ വാതിൽ വന്ന് തുറന്നോ, ഇല്ലെങ്കിൽ ഞാൻ ചവിട്ടി പൊളിക്കും ഞാൻ. ഓ എന്താ 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 എനിക്ക് വേണ്ടത്? കുറെ നേരമല്ലോ കോളിംഗ് ബെൽ അടിച്ച് പൊട്ടിക്കോ താൻ. എന്റെ വീട്ടിൽ നിന്ന് എന്നെ പരിപ്പിക്കാനും മാത്രമേ ഇപ്പോഴാര് ദേവി പുതിയൊരു അവതാരം. ആ ബെല്ലടിച്ച് പൊട്ടിച്ചത് പോരാഞ്ഞിട്ട് നോക്കി പഠിപ്പിക്കുന്നു ഉണ്ടാ കണ്ണ. ഓ ഇങ്ങനെ അങ്ങ് നോക്കല്ലേ, ഞാനങ്ങ് പേടിച്ചു പോവും. അല്ല, നമ്മളാരാ മനസ്സിലായില്ലല്ലോ. ഞാനോ? കൊലത്തെ തമ്പുരാട്ടിയാണോ മാഷേ? ഓ, തമ്പുരാട്ടിയല്ലേ. അപ്പൊ ഇവിടെ ഉണ്ടായിരുന്നൊരു തമ്പുരാൻ, പുള്ളി ഇവിടെ പോയി? ഇവിടെ ഒരു തമ്പുരാനില്ല. ഇയാൾ വന്ന വഴി സ്ഥലം കാലിയാക്കാൻ നോക്ക്. എന്റെ മാതാവേ, കാളി, ദൈവമേ, ഇവളെന്താ അവന്റെ അടുത്ത് ഈ വിളമ്പിയത്? സാറുമാർ ഇവിടെ ഉണ്ടായിരുന്നോ? എന്നിട്ടാണോ കൊച്ചമ്മനെ പറഞ്ഞു വിട്ടത്? കാളി, അത് പിന്നെ നമ്മുടെ പുതിയ സർവന്റാ. ഇതായിരുന്നു കാളി? ഇത് കാളിയല്ല, ഇത് കാലനാ, കാലൻ. ആരോട് ചോദിച്ചിട്ടാ ഇമാതിരി സാധനത്തിനെയൊക്കെ ഇവിടെ വിലക്ക് വെക്കുന്നത്? സാധനോ? ഞാനോ? എടാ കാളി, നീ ചൂടാവല്ലേ. ജീവിക്കാൻ വരെ വഴിയില്ലാഞ്ഞിട്ടാടാ, അതുകൊണ്ടല്ലേ. ശരി, ഇനി ഇമാതിരി വള്ളിക്കെട്ടൊന്നും എടുത്ത് തലേ വെക്കല്ലേ, മാറി നിൽക്കാം അങ്ങോട്ട്. ദേ അരുണേ, ജീവിക്കാൻ വരെ വഴിയില്ലാഞ്ഞിട്ടാ,
അല്ലാതെ ഇയാളെ പോലുള്ളവരുടെ വായുവിരിക്കുന്ന കേൾക്കാനൊന്നും എനിക്ക് നേരമില്ല. കല്യാണി, നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യേ. ഓ, ഞാൻ അഡ്ജസ്റ്റ് ചെയ്യണം അല്ലേ? അഡ്ജസ്റ്റ് ചെയ്താ ശമ്പളം കൂട്ടി തരുമോ? അഡ്ജസ്റ്റ് ചെയ്താ പിന്നൊന്നും ഇല്ല, നിനക്ക് പിന്നൊരു ശീലമായിക്കോളും, അത്രേ ഉള്ളൂ. ഓ എന്റെ ദൈവമേ, ഏത് നേരത്താണോ ഇങ്ങനൊരു ഡ്രാക്കുളയുടെ വീട്ടിലെ ജോലി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇവിടെ വരില്ലായിരുന്നു. അങ്ങേർക്ക് ചായ കൊണ്ട് കൊടുക്കണോ? കൊടുത്താ കുടിക്കോ? ആ, എന്ത് വരട്ടെ, കൊണ്ടേ കൊടുക്കാം. ആഹാ, എന്ത് നല്ല ഉറക്കം. ഉറങ്ങുന്ന കണ്ടാ തോന്നും ഇത്ര പാവം പിടിച്ചൊരു മനുഷ്യൻ ഈ ഭൂമിയിലില്ലാന്ന്. വിളിക്കണോ? ഇനി വിളിച്ച ദേഷ്യപ്പെടുവോ? വിളിച്ചു നോക്കാം. സർ. മനുഷ്യനൊന്നും ഉറങ്ങാൻ സമ്മതിക്കില്ല. സർ, എഴുന്നേക്ക് സർ. നീയോ? നീ എങ്ങനെ എന്റെ റൂമിൽ കയറി? ആരോട് വെച്ചിട്ട്? വെളിയിൽ ഇറങ്ങാൻ. സർ, ഞാൻ ചായയും കൊണ്ട് വന്നതാ. ഞാൻ ചോദിച്ചോ നിന്റെ അടുത്ത് ചായ? എടുത്തോണ്ട് പോ. ഈ കാലന് ചായ കൊണ്ട് വന്ന് എന്നെ പറഞ്ഞാ മതി. ചായ ഇല്ലൊരു കോപ്പുമില്ല നീയാക്ക്. ഹായ് കല്യാണി മാഡം, ഗുഡ് മോർണിംഗ്. എന്തായിരുന്നു മോളിലൊരു ബഹളം? ഓ, അതൊന്നുമില്ല, ഒരു ചായ കൊണ്ട് കൊടുക്കാൻ പോയ പോക്ക. എനിക്ക് കിട്ടി വയറ് നിറച്ച്. അതെ, ഞാനും ചോദിച്ചോട്ടെ, നിങ്ങളുടെ കാളി പുള്ളി എല്ലാവരുടെ അടുത്തും ഇങ്ങനെയാണോ, അതോ എന്റെ അടുത്ത് മാത്രമാണ് ഇങ്ങനെ? എന്താടോ, ഇപ്പൊ എന്താ അടുത്ത പ്രശ്നം? ഓ, ഒന്നുമില്ല, നീ ഇച്ചിരി ചായ കൊടുക്കാൻ പോയതാ. ചുമ്മാ അങ്ങ് ദേഷ്യപ്പെടുക. അതിന് മാത്രം എന്താ ഉണ്ടായത്? എടോ, അവൻ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു പണ്ട്. പിന്നെ സാഹചര്യങ്ങൾ കാരണം പുള്ളി ഇങ്ങനെ ആയതാ. അവൻ്റെ ഒരു പാവ. താനത് കാര്യമാക്കണ്ട. ദേഷ്യം വരുമ്പോ എന്തെങ്കിലുമൊക്കെ പറയുന്നേ ഉള്ളൂ. ആ, അതെന്തെങ്കിലും ആട്ടെ. പിന്നെ അരുണെ ഫ്രഷ് ആയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ ചായ എടുത്ത് വെക്കാം. ആടോ, എനിക്കിപ്പോ ചായ വേണ്ട, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കുടിച്ചോളാം. സന്ദീപ് എണീറ്റിട്ടുണ്ടാവില്ലേ? ടൈം ഇത്രയായില്ലേ? അത് വിട്ടേര്. അതിനി ഉടനെ ഒന്നും എണീക്കും തോന്നില്ല. അതിനി ഉച്ചയാവണം എണീക്കണമെന്നുണ്ടെങ്കിൽ. അരുണെ, ഇന്നെന്താ കൂട്ടാൻ വെക്കണ്ടേ? നിങ്ങളുടെയൊക്കെ ഇഷ്ടങ്ങൾ എന്താന്ന് എനിക്ക് അറിയില്ലല്ലോ, അതാ ഞാൻ ചോദിച്ചേ. എന്നാ അതോർത്ത് താൻ ടെൻഷൻ അടിക്കണ്ട. ഇവിടെ എനിക്ക് സന്ദീപിന് പ്രത്യേകിച്ച് ഇഷ്ടങ്ങളൊന്നുമില്ല. പിന്നെ ആ കൂടി ഉണ്ടെന്ന് പറയാനായിട്ട് കാളിയ. അവൻ പിന്നെ പുറത്തുനിന്ന് വന്നതുകൊണ്ട് അവൻ എന്താ ഇഷ്ടമുള്ളതെന്ന് എനിക്കറിയാം. താൻ ആ രീതിയിൽ ഉണ്ടാക്കിയാൽ മതി. ഓ, അപ്പൊ ആ കാലനും ഇഷ്ടങ്ങളൊക്കെ ഉണ്ടോ? കാലനോ? ബെസ്റ്റ് പേര്. അവന്റെ ക്യാരക്ടറിന് പറ്റിയ പേരാ താൻ ഇട്ടത്. അവന്റെ അമ്മ സിന്ധു ആന്റി ഒരു മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കും, അടിപൊളിയാ. അതവന് ഒരുപാട് ഇഷ്ടമാണ്. അതിന്റെ റെസിപ്പി വേണമെന്നെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. അതുപോലെ അങ്ങ് ഉണ്ടാക്കി കൊടുത്താൽ മതി. എന്നാ വാ, നമുക്ക് തുടങ്ങിയേക്കാം. അരുണെ, ഇത് ഞാൻ ഉണ്ടാക്കിയെന്ന് പറയുമ്പോ എന്തെങ്കിലും പറയോ? അതൊരു കണക്കിന് ശരിയാ. പിന്നെ അവന്റെ കാര്യമായതുകൊണ്ട് ഒന്നും പറയാൻ പറ്റത്തില്ല. എന്തായാലും ഞാൻ ഇവിടുന്ന് മാറുക. ഇനി ഞാൻ ഇതിന്റെ റെസിപ്പി തന്നോട് പറഞ്ഞു തന്നെന്ന് പറയുമ്പോ പറയാൻ പറ്റില്ല ഇനി അവൻ എങ്ങനെ പ്രതികരിക്കുന്നു. താൻ അങ്ങോട്ട് കൊണ്ടുവന്നാ മതി. ഫുഡ് ആയില്ലടാ, വിശക്കുന്നു. എന്താണെന്നറിയില്ല, വല്ലാത്തൊരു വിശപ്പ്. ഞാനിവിടെ എത്തുന്നതിന് മുമ്പേ സാറുമാർ വന്ന് സ്ഥലം പിടിച്ചോ? എത്തി. വല്ലാത്ത വിശപ്പ്. വിശന്ന് പൊരിഞ്ഞ് വന്നിട്ട് വായിക്ക് രുചിയായിട്ട് വല്ലതും തിന്നാൻ പറ്റിയാൽ മതിയായിരുന്നു. റെഡി, ഫുഡ് റെഡി ആയിട്ടുണ്ട്. കൊള്ളാലോ, മാമ്പഴ പുളിശ്ശേരിയോ? കാളിക്ക് ഇഷ്ടമുള്ള സാധനമാണല്ലോ ഉണ്ടാക്കിയേക്കുന്നത്. ഓ, എന്നെ ഇംപ്രസ് ചെയ്യാനുള്ള പരിപാടിയാണെന്ന് മനസ്സിലായി. മിക്കവാറും ഇത് പറഞ്ഞു കൊടുത്തത് അരുണായിരിക്കും. എന്തായാലും കഴിച്ചു നോക്കാം, ബാക്കി എന്നിട്ട് പറയാം. ദൈവമേ, കഴിച്ചു നോക്കിയിട്ട് നല്ലൊരു അഭിപ്രായം പറയണേ. അടിപൊളി ടേസ്റ്റ് ആണല്ലോ ദൈവമേ. അമ്മ ഉണ്ടാക്കുന്ന അതേ ടേസ്റ്റ്. വാവ്, കൊള്ളാലോ, അടിപൊളി ടേസ്റ്റ്. കല്യാണി സൂപ്പർ ആയിട്ടുണ്ട്. ശരിയാ, കൊള്ളാം. ഇത്രയും ഞാൻ പ്രതീക്ഷിച്ചില്ല. നിങ്ങളൊക്കെ ഇങ്ങനെ പറയുമ്പോ ഇത്രയും നന്നാവുമെന്ന് ഞാൻ കരുതിയില്ല. സർ, അവർ രണ്ടൊരു അഭിപ്രായം പറഞ്ഞ് സാറൊന്നും പറഞ്ഞില്ല. എങ്ങനെയുണ്ട്? ഇതിപ്പോ നല്ലതാന്ന് പറഞ്ഞാ എനിക്ക് തന്നെയാണ് പണി. കാരണം ഞാൻ അവിടെ മുന്നിൽ തോറ്റു കൊടുക്കുന്ന പോലാവൂലേ. അതുകൊണ്ട് നല്ലതാന്ന് പറയണ്ട, ഒരു ആവറേജ് ആണെന്ന് പറയാം. എന്താണ് നീ ആലോചിക്കുന്നത്? അത്ര വലിയ രുചികളായിട്ട് എനിക്ക് തോന്നുന്നില്ല. പിന്നെ കുഴപ്പമില്ല, ഒരു ആവറേജ്. ഞാൻ വിചാരിച്ചതുപോലെ തന്നെ
ഇയാൾക്ക് ഇയാടെ വാവുകൊണ്ട് നെല്ലാന്നൊന്ന് പറഞ്ഞെന്താ? ഓ, അപ്പൊ തോറ്റു തരണമല്ലോ. ആര് പറഞ്ഞു ആവറേജ് ആന്ന്? ഒരു കുഴപ്പമില്ല, എനിക്കിഷ്ടപ്പെട്ടു. ആ, നിനക്കൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ കഴിച്ചോ. എന്തായാലും എനിക്കിത് വലിയ സംഭവമായിട്ടൊന്നും തോന്നുന്നില്ല. ഞാൻ പോവാ, ഇനി നിന്നിട്ടെന്ത് കാര്യം? കണ്ടോ, ആ കുട്ടി പോയി. എടാ കാളി, നീ എന്ത് പണി കാണിച്ചേ? അത് നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ. പിന്നെ എന്തിനാ നീ ഒരു വെറും ആവറേജ് ആന്ന് പറഞ്ഞ് എന്നെ കളിയാക്കി വിട്ടത്? എടാ മോനെ, ഞാൻ എന്തായാലും ആ കാന്താരിയുടെ മുന്നിൽ തോറ്റു കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല. അങ്ങനെ 2 ആഴ്ചകൾ കടന്നുപോയി. എന്റെ പൊന്നരുണേ, നീ ഇന്നത്തേക്കിനെങ്ങാനും ഒന്ന് ഇറങ്ങാവോ? ദാ എത്തി. എടാ, എന്റെ കോട്ട് കണ്ടില്ലടാ, അത് തപ്പി നടക്കുകയല്ലായിരുന്നോ? അല്ല, എങ്ങോട്ടാണ്? വിക്രമനും മുത്തും കൂടി. അല്ലടാ, ഒരു നൈറ്റ് ഷോ ഉണ്ട്. നീ വരുന്നില്ലേ? അളി, രാജുവിന്റെ രാധയുടെയും കൂടി ഒരു കുറവുണ്ട്. വേണേ നിങ്ങളുടെ 2 കൂടി വാ. ഓ, നീയൊക്കെ എനിക്ക് ടൂതാതെ മര്യാദയ്ക്ക് നേരത്തെയും കാലത്തെയും പടം കാണാൻ പോകും നോക്ക്. ഇല്ലെങ്കിലേ ഷോ അവിടെ പകുതിയാവും. അപ്പൊ ശരി മച്ചു, ഞങ്ങൾ ഇറങ്ങിയേക്കുവാ. ഓ, മിണ്ടിയും പറഞ്ഞിരിക്കാന് ഇവിടെ ഒരു പട്ടിക്കുഞ്ഞുങ്ങൾ പോലും ഇല്ല. പിന്നെ ആകെ ഉള്ളത് തമ്പുരാട്ടിയാ. തമ്പുരാട്ടി ഇപ്പൊ കിടന്നു കാണുമല്ലോ. നമ്മളോടൊക്കെ സംസാരിക്കാൻ ആർക്കും നേരം? പോയി 2 പെഗ് അകത്താക്കാം. മുടിയാനായിട്ട് തല നേരെ നിൽക്കുന്നില്ലല്ലോ, കോപ്പ്. എന്ത് ബോറടി ഇവിടെ. ചുമ്മാ അവരാണെങ്കിൽ സെമിക്ക് പോയിട്ട് എന്നോടൊന്നും ചോദിച്ചു പോലും ഇല്ല. ഉള്ള പുസ്തകം വായിച്ച് അതിൽ ഇംഗ്ലീഷ് ആണെങ്കിലോ അത് മനസ്സിലാവുന്നുമില്ല. തല നേരെ നിൽക്കുന്നില്ലല്ലോ ദൈവമേ. പണ്ടാരോടങ്ങാനായിട്ട് പോയി ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചിട്ട് വരാം, അതായിരിക്കും നല്ലത്. കളി കളി കളി, നീ എന്താ നോക്കി നിൽക്കുന്നത്? അങ്ങോട്ട് നോക്കല്, പോയി കിടന്നുറങ്ങുക, അതാ നിനക്ക് നല്ലത്. ഞാൻ പോട്ടെ, ഇവിടെ നിന്നാലേ ഒട്ടും ശരിയാവില്ല. ഒന്നാമത് വെള്ളം അടിച്ചിട്ടിരിക്കുക. എനിക്ക് എന്നെ തന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. പോയി കിടക്കുന്നതായിരിക്കും നല്ലത്. ഓ, പുല്ല്, കിടക്കാനും പറ്റുന്നില്ല. ഞാൻ കാണണ ആദ്യത്തെ പെണ്ണൊന്നും അല്ലല്ലോ ആള്. പിന്നെന്താ ഇങ്ങനെ? ഉറങ്ങാവോന്ന് നോക്കട്ടെ, കണ്ണടച്ച് കിടക്കാം. പുല്ല്, കിടക്കാനും പറ്റുന്നില്ല. എന്റെ പൊന്നു കാളി, നിനക്കിപ്പോ ഒരു വിലയുണ്ട്. ദൈവത്തെ ഓർത്ത് നീ അത് കളയല്ലേ. കൂൾ കൂൾ കൂൾ. അപ്പൊ ഞാൻ കണ്ട സ്വപ്നമായിരുന്നു? ഇല്ല, ഒരിക്കലും നടക്കാൻ പാടുള്ളത്.